നമുക്ക് ഐബ്രോസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കുറച്ച് പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ നമ്മുടെ ഐബ്രോസ് എല്ലാം കുറച്ചൊന്ന് പൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അധികം കട്ടി കാണത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രായമുള്ള ആൾക്കാർക്ക് ഐബ്രോസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ചെറുപ്പക്കാർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയായിരിക്കും, പക്ഷേ പ്രായമുള്ള എന്നെ പോലെയുള്ളവർക്ക് എങ്ങനെ ഐബ്രോസ് എഴുതാമെന്ന് നോക്കാം. എളുപ്പമാണ് എഴുതാനായിട്ട്. പലർക്കും കണ്ണിന് കാഴ്ച കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാഗ്നിഫയിങ് മിറർ വാങ്ങി വെക്കണം. അതാകുമ്പോൾ എളുപ്പമാണ് എഴുതാനായിട്ട്. നമുക്ക് നമ്മുടെ മുഖത്തുള്ളതും കണ്ണിനും ഒക്കെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ മാഗ്നിഫയിങ് മിറർ, എൻ്റെ കയ്യിലൊരു മാഗ്നിഫയിങ് മിററുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 എണ്ണം ഉണ്ട്. അതിൽ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഒന്ന് ഇതാണ്, അതായത് 10x മാഗ്നിഫയിങ് മിറർ. ഇത് നല്ലതാണ്. അത് ഒത്തിരി വലുതായിട്ട് കാണാം, നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും നമുക്ക് കാണാം. പിന്നെ ഒന്ന് ഇതാണ്, ഇതും ഒരു നല്ല മാഗ്നിഫയിങ് മിററാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇതിലെനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും എഴുതാനായിട്ട്. അപ്പം ഞാൻ ഇത് ആംഗുലർ ബ്രഷാണ്. അപ്പോൾ ആംഗുലർ ബ്രഷ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഐബ്രോസ് ഡാർക്കൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇതുപോലൊരു ഐബ്രോ ഷെയ്ഡിങ് പാലറ്റ്. ഓക്കെ, അപ്പോൾ അത് അഫോർഡബിളാണ്, വളരെ വില കുറവാണ്, എന്നാൽ നല്ലതുമാണ്. 2 ഷെയ്ഡുണ്ട് അതിൽ. ഒരു ഡാർക്ക് ബ്ലാക്കും ഉണ്ട്, ഒരു ലൈറ്റ് ബ്ലാക്കും ഉണ്ട്. അപ്പം നമ്മൾ പ്രായമാകുമ്പോൾ ഒത്തിരി ഡാർക്ക് ബ്ലാക്ക് എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് ലൈറ്റ്. അപ്പം നാച്ചുറലായിരിക്കണം. നമ്മൾ ഈ കുട്ടികളൊക്കെ എഴുതും പോലെ ഒത്തിരി വരച്ച് നല്ല ഭംഗിക്ക് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല, കാരണം അത് നമുക്ക് ഓക്വേർഡായിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിൽ എടുക്കുക, അതായത് ഇങ്ങനെ എടുക്കുന്നത് തന്നെ എടുക്കുന്നതിനൊരു രീതിയുണ്ട്. അതായത് ഒന്ന് ടച്ച് ചെയ്യാവൂ. ഓക്കെ, ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് ഒന്ന് തട്ടുമ്പോൾ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ എന്നിട്ട് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഐബ്രോസ് പിന്നീട് താഴോട്ട് കറക്റ്റിന് എങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ നമ്മൾ ഐബ്രോസ് ഒന്ന് താഴോട്ട് വയ്ക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ഐബ്രോസ് ഒത്തിരി വളർന്നു നിൽപ്പോൾ ഒത്തിരി ഷേപ്പൊന്നും ഇല്ല, കാരണം ഞാനിപ്പോൾ ഒത്തിരി കാലമായി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ തനിയാണ് എടുക്കുന്നത്. ഇത് ഐബ്രോസ് എടുക്കുന്ന ഒരു ചെറിയ ഷേവർ പോലത്തെ ഒരെണ്ണം ഉണ്ട്, അത് വെച്ചും പിന്നെ ട്വീസർ വെച്ചും എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ലൈൻ കിട്ടും. അപ്പോൾ ആ ലൈനിൽ നമ്മൾ ഈ എൻഡിൽ തുടങ്ങരുത്, നമ്മൾ ഇവിടെ നിന്ന് ഈ ആർച്ചിൻ്റെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്ന് തുടങ്ങിയിട്ട് ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ, വീണ്ടും എടുക്കുക, ഒന്ന് തട്ടുക, ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ, അപ്പം ഇപ്പം തന്നെ എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാസ് വെച്ച് നമ്മൾ ഒന്ന് ഫ്രണ്ടിലോട്ടും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എളുപ്പം എന്നുള്ള രീതിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഐബ്രോസ് വളരെ സോഫ്റ്റായിട്ട് മേളിലോട്ട് ആക്കുമ്പോൾ അടിയിലും ഒരു ലൈൻ വരുമല്ലോ. എന്നിട്ട് അടിയിലും ഇവിടെ നിന്ന് തുടങ്ങി ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാസ് വെച്ച് ഇവിടെ ഒന്ന് താഴെ ടച്ച് ചെയ്ത് മേളിലോട്ടാക്കുക. എന്നിട്ട് അകത്ത് ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതിനെയാണ് സ്പൂളി എന്ന് പറയുന്നത്. സ്പൂളി എടുത്ത് ഒന്നിങ്ങനെ മേളിലോട്ടാക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ ഒരു ലൈനായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇനി പലർക്ക് സ്പൂളിയൊന്നും കൈ കാണത്തില്ല, പല വീട്ടമ്മമാർക്ക് സ്പൂളിയൊന്നും കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ചീപ്പ് അതെടുത്ത് വെച്ചൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു നാച്ചുറൽ ലുക്കും വന്ന് അതേസമയം ഒട്ടും നമ്മൾ എഴുതിയതായിട്ട് എൻ്റെ ഈ വശത്തെ പുരികം കണ്ടോ, ഒട്ടും കട്ടിയില്ല. അതേസമയം ഈ വശം ഇപ്പം ഞാൻ ചെയ്തത് കണ്ടോ. ഇപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ വേണം ഐബ്രോസ് നമ്മൾ ചെയ്യാനായിട്ട്. ഇത് എല്ലാ വീട്ടമ്മമാരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി ഇപ്പം നമുക്ക് ഇതുപോലത്തെ ഐബ്രോ ഡാർക്കൻ ചെയ്യുന്ന പൗഡർ ഇല്ലയെന്ന് വെച്ചോ, നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചും ഇതേമാതിരി ചെയ്യാം. ഞാൻ ഈ സൈഡിൽ ഐബ്രോ പെൻസിൽ വെച്ച് കാണിച്ചു തരാം. ഐബ്രോ പെൻസിൽ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നമുക്ക് ഒരു അതിന് ഇപ്പം ഇങ്ങനെ താഴോട്ടാക്കണോ അങ്ങനെ ഒന്നും വേണ്ട. അങ്ങനെ ആകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് വരയ്ക്കരുത്. അതേസമയം നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പതുക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുക്കണം. എന്നിട്ട് മേളിലോട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഉറപ്പിക്കുകയേ ചെയ്യരുത്. കൈ വളരെ ലൂസാക്കി
വളരെ ഇതിട്ട് ഒന്നിങ്ങനെ കണ്ണിങ്ങനെ പൊക്കുക, കണ്ണിങ്ങനെ പൊക്കും, ഇങ്ങനെ പുരികം ഒന്ന് പൊക്കുക. പുരികം പൊക്കിയതിന് ശേഷം പതുക്കെ ഒന്ന് വരയ്ക്കുക. അതായത് നമ്മൾ തുടരുത്. ഐബ്രോ ഇതിൻ്റെ പോയിൻ്റ് കൊണ്ട് നമ്മൾ ഒട്ടും ഡാർക്കൻ ചെയ്യരുത്. ഡാർക്കൻ ചെയ്യാതെ ഇങ്ങനെ അതിൻ്റെ സൈഡായിരിക്കണം, ഈ പോയിൻറ്റിൻ്റെ സൈഡ് വെച്ച് പതുക്കെ ഡാർക്കൻ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്പൂളി എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ ഇത് വെച്ച് പതുക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാസ് എല്ലാം അങ്ങ് പോകും. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഇതിനുള്ള വ്യത്യാസം കണ്ടോ? ചെറിയൊരു കളർ ഡിഫറൻസ് വരും. നമ്മളിപ്പം 2 പുരികവും ഒരേപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചാണല്ലോ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ കുഴപ്പമായിട്ട് വരില്ല. ഇതിപ്പോൾ ഞാൻ രണ്ട് സാധനങ്ങൾ കൊണ്ടുവച്ച് കാണിച്ചാൽ അതെങ്ങനെ എഴുതണമെന്നുള്ളത് കാണിച്ചതാണ്. ഇനി സ്പൂളി ഇല്ലല്ലോ, ഈ സ്പൂളി ഇല്ലാത്ത ഒരുപാട് വീട്ടമ്മമാർ കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഒരു ചെറിയ ചീപ്പ് എടുക്കുക. ചെറിയ ചീപ്പ് എടുത്തതിന് ശേഷം അതിങ്ങനെ പതുക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക മേളിലോട്ട്. ഓക്കെ, കോമ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മേളിലോട്ട്, എന്നിട്ട് ഒരു പതുക്കെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ലൈനിങ് വരയ്ക്കുക. ഓക്കെ, ഈ വശം അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 പുരികവും ആയി. ഇതിൽ കുറച്ച് ഡാർക്കൻ കുറവാണ്, കാരണം ഞാൻ ആ ഷാഡോ വെച്ച് ഐബ്രോ ഈ പൗഡർ വെച്ചാണ് എഴുതിയത്. ഇതിപ്പോൾ ഐബ്രോ പെൻസിൽ കൊണ്ട് എഴുതണം. ആ ഡിഫറൻസ് വരും. ഇപ്പം നിങ്ങൾക്ക് ഇത്ര കറുപ്പ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് കറുത്ത ഐബ്രോ പെൻസിൽ വാങ്ങരുത്. നിങ്ങൾ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ കിട്ടും, അത് വാങ്ങുക. അതായിരിക്കും നല്ലത്. കാരണം കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ ഒത്തിരി കറുപ്പിക്കുന്നത് അത്ര നല്ലതല്ല, കാണാൻ കൊള്ളത്തില്ലായിരിക്കും. അപ്പോൾ അത് കാരണം നല്ല ഡാർക്ക് ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ കിട്ടും, നല്ല ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒന്ന് വാങ്ങുക. ഇതേപോലെ ചെയ്യുക. ഒരു ചീപ്പും ഒരു ഐബ്രോ പെൻസിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഐബ്രോസ് ആണ് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കൊടുക്കണം. വേറെ ഒരു മേക്കപ്പിനും, വേറെ നമ്മൾ കണ്ണ് ചെയ്താലും ശരി തന്നെ, മുഖം ചെയ്താലും ഒന്നും ഐബ്രോസ് ചെയ്യുന്നതിൻ്റെ അത്ര വരത്തില്ല. അപ്പോൾ ഐബ്രോസ് എപ്പോഴും എല്ലാവരും നന്നായിട്ട് വെക്കാൻ നോക്കുക. ഇതെല്ലാ വീട്ടമ്മമാരുടെയും ഉള്ളിലിരിക്കട്ടെ.